സിദ്ദിഖിനെതിരെ കേസ് നൽകുന്നത് ആലോചിക്കുമെന്ന് വ്യക്തമാക്കി രേവതി സമ്പത്ത് സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നും ആവശ്യപ്പെട്ടു. ഞാൻ നിയമപരമായിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു ഡിസിഷൻ ഒന്നും തന്നെ ഇപ്പൊ നിലവിലില്ല. എനിക്കറിയില്ല ഭാവിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ പോലെ എന്റെ കരിയറിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്, സെൽഫിലാണ്. നമുക്ക് ഈ നിയമപരമായിട്ട് ഇറങ്ങുമ്പോൾ കുറെ ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സും അതിനുവേണ്ടി കൊടുക്കാനുള്ള സമയം, ബേസിക്കലി അതിനുവേണ്ടി കൊടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം, ആ സോഴ്സുകളൊക്കെ നമുക്ക് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി കുറച്ചുകൂടെ നമ്മൾ ട്രോമാറ്റിക് ആണ്, ഓൾറെഡി ട്രോമാറ്റിക് ആണ്. ഇനി അത് എടുക്കാൻ വയ്യാത്തോണ്ടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ഒരു അഷുറൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു റേ ഓഫ് ഹോപ്പ് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഹോപ്പ് എനിക്ക് എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ സമാധാനം, പ്രധാനമായി എന്റെ സമാധാനവും എന്റെ തൊഴിലും എന്റെ സ്വപ്നങ്ങളും സെക്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളൊരു സാധനം, കംഫർട്ട് ഉണ്ടാവും എന്നുള്ളൊരു അഷുറൻസ് എനിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തും അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന പല സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ, ഞാൻ എന്തിനു ഇറങ്ങാണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് മെയിൻലി ഉള്ള കാര്യം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിക് സ്പേസിൽ നിന്ന് ഈ വ്യക്തിനെ തള്ളിക്കളയുക എന്നുള്ളതുണ്ട്. ആർട്ടിസ്റ്റിക് സ്പേസിൽ ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള വിസിബിലിറ്റിയും കൊടുക്കാൻ പാടില്ല.